പ്രതിഭ പാട്ടീൽ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും 2007 മുതൽ 2012 വരെ ഇന്ത്യയുടെ 12ാമത് രാഷ്ട്രപതിയുമായിരുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുതിർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവാണ് പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ എന്നറിയപ്പെടുന്ന പ്രതിഭ പാട്ടീൽ. മഹാരാഷ്ട്രയിലെ ബോംബെ ജില്ലയിലെ നാഡാഗാവോണിലെ ഒരു മറാത്തി കുടുംബത്തിൽ നാരായൺ റാവു പട്ടേലിൻ്റെയും ഗംഗാബായിയുടെയും മകളായി 1934 ഡിസംബർ 19 ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ജൽഗണിലെ MJ കോളേജിൽ നിന്ന് നിയമബിരുദം നേടി. ജൽഗൺ ജില്ലാ കോടതിയിൽ ഒരു അഭിഭാഷകയായാണ് പ്രതിഭ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. വിദ്യാഭ്യാസ പ്രവർത്തകനായ ദേവി സിംഗ് രാൺസിംഗ് ഷെഖാവത്ത് എന്ന ആളെ പ്രതിഭ 1965 ജൂലൈ 7 വിവാഹം കഴിച്ചു. ജ്യോതി റാത്തോഡ്, രാഹു സാഹിബ് ഷെഖാവത്ത് എന്നിവരാണ് പ്രതിഭയുടെ മക്കൾ. 1967 മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ നിയമസഭാ അംഗമായതോടെയാണ് പ്രതിഭയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത്. 1967 മുതൽ 1985 വരെ മഹാരാഷ്ട്ര നിയമസഭാ അംഗമായിരുന്ന പ്രതിഭ 1967 മുതൽ 1978 വരെയും 1980 മുതൽ 1985 വരെയും മഹാരാഷ്ട്ര സർക്കാരിലെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചു. രാജസ്ഥാൻ ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത കൂടിയാണ് പ്രതിഭ. 2007 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മുഖ്യ എതിരാളിയായിരുന്ന ഉപരാഷ്ട്രപതി ബൈരോൺ സിംഗ് ഷെഖാവത്തിനെ പരാജയപ്പെടുത്തി പ്രതിഭ ഇന്ത്യയുടെ 12ാമത് രാഷ്ട്രപതിയായി സ്ഥാനമേറ്റു. തൻ്റെ ഭർത്താവിനോടൊത്ത് വിദ്യാഭാരതി ശിഷ്യൻ പ്രശാരദ് മണ്ഡൽ എന്ന വിദ്യാഭ്യാസ സ്ഥാപനവും പ്രതിഭ സ്ഥാപിച്ചു. കൂടാതെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് താമസിക്കുവാനായി ന്യൂഡൽഹിയിലും മുംബൈയിലും ഹോസ്റ്റലുകൾ നടത്തുവാനായി സംസ്പ്രാദന ട്രസ്റ്റും പ്രതിഭ സ്ഥാപിച്ചു. ഒപ്പം ഗ്രാമീണ യുവാക്കൾക്കായി ജൽഗോണിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജും സ്ഥാപിച്ചു. 2012 കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് പ്രതിഭ പാട്ടീൽ രാഷ്ട്രപതി സ്ഥാനം ഒഴിയുകയും ചെയ്തു.